മിൽമയെ ഒഴിവാക്കി ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് മിൽമയുടെ നെയ്യ് വേണ്ടെന്ന ദേവസ്വം ബോർഡ് ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അരവണയും അപ്പവും നിർമ്മിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നു. കമലേഷ്, ഈ മിൽമയുടെ നെയ്യ് ഈ വഴിമധ്യേ മാറ്റി ഒരു ക്വാളിറ്റി കുറഞ്ഞ നെയ്യ് മാറ്റി സ്ഥാപിച്ചു എന്നതിലൊരു അന്വേഷണം ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മിൽമയുടെ നെയ്യ് വേണ്ടെന്നൊരു തീരുമാനമടക്കം ബോർഡ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ്മ, തീർച്ചയായും ഇന്നത്തെ ബോർഡ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ മിൽമയാണ് ശബരിമലയിലേക്ക് ഈ അപ്പവും അരവണയും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് വിതരണം ചെയ്തിരുന്നത്. മിൽമയിൽ നിന്നാണ് ഈ നെയ്യ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വലിയ പ്രയാസങ്ങൾ, അതായത് ഈ മിൽമയുടെ നെയ്യിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മിൽമ നൽകിയ നെയ്യ് വഴിമധ്യേ മാറ്റി ഗുണനിലവാരം ഇല്ലാത്ത നെയ്യ് ശബരിമലയിൽ എത്തിച്ച് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് മിൽമയുടെ നെയ്യ് വേണ്ട എന്ന തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ ഭക്തർ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന നെയ്യ്, ഈ അഭിഷേകത്തിനുമൊക്കെയായി ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന നെയ്യ് തന്നെ ഈ അപ്പവും അരവണയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ നെയ്യ് ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റ് നിലവിൽ ശബരിമലയിലുണ്ട്. ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഇവിടെ വെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് നിലവിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ നെയ്യ് വിവാദം, നേരത്തെ തന്നെ വന്നിട്ടുള്ള നെയ്യ് വിവാദം വലിയ വിഷയമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയും ഇത് സംബന്ധിച്ച് നേരത്തെ ഇത് സംബന്ധിച്ച് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന കാര്യം മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നാലെയാണ് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത്. ഉമ.